കൊലസ്ത്രീകൾ. ഇത്തവണ എനിക്ക് കൊലസ്ത്രീകളെ കുറിച്ച് പറയാനാണ് തോന്നുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി, ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. മെഷീൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ ഇൻവെൻഷൻസ് വരുന്നതനുസരിച്ച് അതിന് അപ്ഡേഷൻ വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ ട്രഡീഷൻസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ട്രഡീഷൻസ് എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് പുതിയ ഗാഡ്ജറ്റ്സും ഇൻവെൻഷൻസും എല്ലാം വെച്ച് നിലനിർത്താനാണ് നോക്കുന്നത്. കാറ് നമ്മൾ മേടിക്കുന്നത്, ബ്രാൻഡ് ന്യൂ കാറ് മേടിക്കുന്നത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാനാണ്. അതായത് കാറിന് വേണ്ടിയല്ല നമ്മളുള്ളത്. സങ്കല്പിച്ച് നോക്കുക, നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നു, നമ്മൾ കെയർലെസ് ആയിട്ട് അതിലിരുന്നാൽ, യാത്ര ചെയ്യുമ്പം ഒന്ന് മറന്നുപോയാൽ കാറിൻ്റെ സീറ്റ് ഹേർട്ടാവോ, മുഷിയോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഈ ചിന്തയോടുകൂടി യാത്ര ചെയ്താൽ നമ്മുടെ യാത്ര എത്ര ദുഷ്കരമായിരിക്കും. നമ്മുടെ കണ്ടുപിടുത്തങ്ങളും ആചാരങ്ങളും മാമൂലുകളും എല്ലാം നമ്മുടെ സൗകര്യത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടിയുള്ളതാണ്. ഞാനിത് പറയുന്നത് 4-5 ഫ്രണ്ട്സിൻ്റെ വളരെ അടുത്ത ദിവസങ്ങളിലുള്ള അനുഭവം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അവർ കൊലസ്ത്രീകളാണ്. ഞാനും ഒരു കൊലസ്ത്രീ ആയിരിക്കാം. കൊലസ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ കില്ലിങ് ദംസെൽസ് വെരി സ്ലോലി ആൻഡ് അൺഅവെയർലി, റിജക്റ്റിംഗ് സ്വന്തം മാനസികവും വൈകാരികവും ശാരീരികവുമായ ആവശ്യങ്ങളെ, റിക്വയർമെൻറ്റ്സിനെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്നു. അൺടിൽ എ മെഡിക്കൽ എമർജൻസി, എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട സിറ്റുവേഷൻസ് വരെ അവഗണിക്കുന്നു. സമയമില്ല, ജോലി ഭാരം, കുടുംബഭാരം, എല്ലാ കാര്യങ്ങളും നോക്കണം, എനിക്കൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇഷ്ടം പോലെ സമയമാണ് റെസ്റ്റ് ചെയ്യാനും ഉറങ്ങാനും. ഹോസ്പിറ്റലിൽ കിടന്നാലും ലീവ്, ഡോക്ടർ റെസ്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോഴും സമയമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോൾ, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടു. അടുത്തു നിന്ന് കണ്ടിട്ട് പോലും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും ആൾക്ക് സാധിക്കുന്നില്ല. പെട്ടെന്ന് ഇന്ന ആളാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറ്റി? അപ്പോൾ പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, എനിക്ക് നടുവിന് പ്രോബ്ലം, ഇരിക്കാൻ പറ്റുന്നില്ല, മുട്ടുകുത്താൻ പറ്റുന്നില്ല, ഷോൾഡറിന് പ്രോബ്ലം, എല്ലാം പ്രോബ്ലം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് കാര്യം? ഓൾറെഡി ഷീ ഈസ് വെരി ക്രിയേറ്റീവ് ആൻഡ് വർക്ക്ഹോളിക്. അങ്ങനെയുള്ള ആൾ കുറേ ബോഡി പെയിനും വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് റിലേറ്റീവ്സ്, ഹസ്ബൻഡിൻ്റെ കുറച്ച് റിലേറ്റീവ്സ് വീട്ടിൽ ഗസ്റ്റായിട്ട് വരികയാണ്. ഈ ആളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും സ്നാക്സ് അവർക്ക് റെഡിയാക്കി കൊടുത്തിട്ട് നമുക്ക് ഹോട്ടലിൽ പോയി മെയിൻ ഡിഷ് കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ലില്ല, അതൊന്നും ശരിയാവില്ല, കാരണം അവരിവിടെ വരുമ്പം വലിയ ഡിന്നറൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും, നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം. കുലസ്ത്രീയായ ആ സ്ത്രീരത്നം അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുകയും കഷ്ടപ്പെട്ട് നല്ല ഡിന്നർ ഉണ്ടാക്കി കൊടുക്കുകയും ഹെൽത്ത് കംപ്ലീറ്റ് പോവുകയും തീരെ പറ്റാത്ത രീതിയിലേക്ക് ഫേസ് എല്ലാം കാണുമ്പോൾ ഫേസിൻ്റെ സൈഡും എല്ലാം വളരെ എവിഡൻ്റ് ആയിട്ട് ആ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നു. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേഷൻസ് വരുന്ന രീതിയിൽ അറ്റപ്പറ്റ എത്തിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു കൊലസ്ത്രീ ആയിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നത്, കൊലസ്ത്രീ ആവാതെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. അപ്പം നൗ ഷീ ഈസ് അവെയർ, ഐ തിങ്ക്. സ്ലോലി കില്ലിങ് വൺ സെൽഫ്, നിഗ്ലക്റ്റിംഗ് അവർ നീഡ്സ്, അതാണ് കൊലസ്ത്രീ എന്ന് ഞാൻ പേരിട്ടിട്ടുള്ളത്. ഇങ്ങനെ പല സുഹൃത്തുക്കളും ഇപ്പോൾ കഴിഞ്ഞ ഒരു 7 ഡേയ്സിനുള്ളിൽ എൻ്റെ 3-4-5 സുഹൃത്തുക്കൾ ഇതേപോലെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ വരികയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്ക് പറയണമെന്ന് വിചാരിച്ചത്. നമുക്ക് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് കൊടുത്ത് നന്നായിട്ടൊന്ന് ഓറിയൻറ്റേഷൻ ചെയ്താൽ നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ടും എലഗൻ്റായിട്ടും ഹാപ്പി ആയിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.